പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. ഇന്ന് അമ്മയുടെ ആനന്ദം നിറഞ്ഞ ശാന്തതയും പൂർണ്ണതയും പ്രകൃതിയായ അമ്മ മാറുന്ന ആ നിമിഷത്തെയും കുറിച്ചുള്ള ആ ക്ഷണത്തെയും കുറിച്ചുള്ള വരികളാണ്. ശാങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്രനിഭാനന. മുൻപ് പറഞ്ഞതുപോലെ ശം എന്നാൽ സർവവും ശാന്തമായി ശമിക്കുന്ന, ആനന്ദമായി ശമിക്കുന്ന ഇടം. അങ്ങനെ ശങ്കരൻ. അപ്പോൾ ഇവിടെ ശങ്കരി എന്നാൽ ആ ആനന്ദത്തെയും ശാന്തതയെയും കാരണമാക്കുന്ന ദേവി. അങ്ങനെ അമ്മ ശങ്കരി, ശങ്കരന്റെ ശക്തിയായ ശങ്കരി. ശ്രീകരി സാധ്വി. ശ്രീ എന്നാൽ സന്താന എന്നുള്ളൊരർത്ഥം മുൻപും പറഞ്ഞതാണ്. ഇവിടെ ഒരുമയിലൂടെ വളരുന്നവർ, അങ്ങനെയാണ് സന്താനം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യവും കാരണമാക്കുന്ന ദേവി. അപ്പോൾ ഐശ്വര്യവും സമ്പാദ്യവും സമ്പത്തും എല്ലാം ഒരുമിച്ച് കൂടി നൽകുന്ന, കാരണമാകുന്ന ദേവി. അങ്ങനെയാണ് ശ്രീകരി സാധ്വി. അതായത് സ്വന്തമായുള്ള സാധനയിൽ, അധ്യയനത്തിൽ ഉറച്ചവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വന്തം സാധനയിൽ നിഷ്ഠയിലൂടെ ഉറച്ച ശക്തിയായി മാറുന്ന. അപ്പോൾ സാധ്വി, സാധു എന്നുള്ള അർത്ഥത്തിലും ഇവിടെ എടുക്കാവുന്നതാണ്. പ്രധാനമായി ഇവിടെ സ്വന്തം സാധനയിൽ ഉറച്ച് മുന്നോട്ട് പോകുന്ന ആ അർത്ഥത്തിൽ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. സാധ്വി ശരചന്ദ്രനിഭാനന. ശരത്കാലം, അപ്പോൾ അമ്മ പ്രകൃതിയായി മാറുകയാണ്. ശരത് ഋതു, ആ നിമിഷം അമ്മ തെളിഞ്ഞ ആകാശം പോലെ തെളിഞ്ഞൊരു മനസ്സ് നമുക്ക് തരുന്നു. നമ്മൾ ദുർഗാപൂജ, നവരാത്രിയൊക്കെ ആഘോഷിക്കുന്ന ആ ഒരു മാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശരത്കാലം എന്നാൽ ആ ശരത്കാലം എന്നുള്ളത് ഒരു മഴക്കാലം കഴിഞ്ഞ തണുപ്പിലേക്ക് മാറുന്ന ആ ഒരു നിമിഷമാണ്. അപ്പോൾ നമ്മളുടെ മനസ്സും പല പ്രശ്നങ്ങളുടെ ആ ഒരു പേമാരി കഴിഞ്ഞ് നമ്മളൊരു തണുത്ത ഭാവത്തിലേക്ക് പോകുമ്പോൾ അമ്മ എന്താ ഇവിടെ മാറും? ശരചന്ദ്രനിഭാനന. ചന്ദ്രൻ, കളങ്കമില്ലാത്ത നിഷ്കളങ്ക ഭാവത്തോടുകൂടിയുള്ള പൂർണ്ണചന്ദ്രന്റെ രൂപത്തിലേക്ക് അമ്മ ഇവിടെ മാറുകയാണ്. നിഭാനന, തത്തുല്യമായ, പൂർണ്ണചന്ദ്രന്റെ തത്തുല്യമായ ആനന, മുഖമായി മാറുന്നു. മുഖമെന്നാൽ നമ്മൾ കാണുന്ന ഒരു മുഖം അന്തർമുഖമായും മാറുന്നു. ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന. ശത എന്നാൽ മെലിഞ്ഞത്, നേർത്തത്. ഉദര വയറ് നമുക്കറിയാം. അപ്പോ ശാതോദരി എന്നാൽ മെലിഞ്ഞ നേർത്ത ഉദരമുള്ള ദേവി. ശതോദരൻ എന്നാൽ ഹിമവാൻ, ഹിമാലയൻ, ഹിമാലയപുത്രി എന്നുള്ള അർത്ഥവും ഇവിടെ എടുക്കണം. ഒരുപാട് 100 രഹസ്യങ്ങളടങ്ങിയ ഗുഹകളുള്ളതാണ് ഹിമാലയം. അതിനാലാണ് ശതോദരൻ എന്ന പേര്. അപ്പോൾ അമ്മയും ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളിലടക്കിയിട്ടുണ്ട്. അതാണ് ശാതോദരി. അപ്പോൾ ഉദരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ വിശപ്പും ദാഹവും അഗ്നിയും ജലവും ചേരുന്ന ജഠരമാണ്. അതാണ് ശാതോദരി. ശാന്തിമതിയാണ്, അതായത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പരകോടി, അതിനപ്പുറം ഇന്നൊരു വാക്കില്ല. അതാണ് ദേവി, അതാണ് അമ്മ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും പൂർണ്ണത എന്നുള്ളത് അമ്മ തന്നെയാണ്. അതായത് ദേവി, അമ്മ ഇസ് ഈക്വൽ ടു ശാന്തി, സമാധാനം എന്ന് തന്നെയാണ്. നിരാധാര, അമ്മ ആദിപരാശക്തി തന്നെയാണ്. മൂലപ്രകൃതിയുടെയും നമ്മളുടെ പ്രകൃതിയുടെയും ആധാര ശക്തിയും നിരാധാര ശക്തിയും. അതായത് ആധാരം എന്നാൽ എന്തോ ഉണ്ട് എന്ന് തോന്നും, അത് തിരഞ്ഞു പോകുമ്പോൾ അതില്ല എന്നും തോന്നും. അപ്പോൾ ആധാരവും നിരാധാരവും ആദിപരാശക്തി തന്നെയാണ്. നിരഞ്ജന, കറകൾ, ഒരു കറകൾ പോലുമില്ലാത്ത, കളങ്കങ്ങൾ ഒന്നുമില്ലാത്ത പരിശുദ്ധമായ നിഷ്കളങ്കമായ പൗർണമിയായി മാറുന്നു. പുറത്തും ഉള്ളിലും ദേവി. അതാണ് വരികൾ. ശങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്രനിഭാനന ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന. ശാന്തി ശാന്തി ശാന്തി.
അമ്മേ ശരണം. പത്മ.